ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേദികൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ഫ്രീ മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സെപ്റ്റംബർ മാസത്തെ അവസാനത്തെ ദിവസമായിരുന്നു നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് നല്ലൊരു കിഡിലൻ ഡൗൺവേർഡ് മൂവ് ഫ്രം ദി ഓപ്പൺ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും തരികയുണ്ടായി. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 26,300 ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അവൻ ഇവിടെ ഇറങ്ങി 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 അവസാനം പറഞ്ഞ 25,952 ഭാഗത്തൊക്കെ വന്നിട്ട് 989 ഭാഗത്ത് നിഫ്റ്റി ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 54,000 ഭാഗത്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം പിന്നെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി വന്ന് അവൻ 54,423 ഭാഗത്ത് 435 ഭാഗത്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തത്. നല്ലൊരു കിടിലം ഡൗൺവേർഡ് മൂവ് കിട്ടിയ ദിവസമായിരുന്നു നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയും. അതിന് രണ്ട് ന്യൂസുകൾ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഇസ്രായേലും ലെബനനുമായിട്ടുള്ള യുദ്ധത്തില് അവർ കരയുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഒരു ന്യൂസ് കാലത്തെ ഉണ്ടായിരുന്നു. വേറെ കുറെ കാര്യങ്ങളും മാർക്കറ്റിനെ സംബന്ധിച്ച് കുറച്ച് സെൽ ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡൗ ജോൺസിന്റെ കാലത്തെ മോർണിംഗ് സെൽ ഓഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഡൗ ജോൺസിൽ ഒരു 180 പോയിന്റ് മാത്രം 0.28 മാത്രമേ ഡൗൺഫോൾ ഞാൻ സ്പോട്ടിൽ കാണുന്നുള്ളൂ. S&P മിനി ഫ്ലാറ്റ് ആണ്, പ്ലസ് ആണ്. നാസ്ഡാക്കും പ്ലസ് ആണ്. സോ നിഫ്റ്റി ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കാണിക്കുമ്പോൾ ഒരു 40-50 പോയിന്റ് ഒക്കെ മൈനസ് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതൊരു എന്തുവാ ഒരു സെൽ ഓഫ് ഇപ്പം ഗ്ലോബലൈസ് ആയിട്ടുള്ള സെൽ ഓഫ് ഇപ്പം മാർക്കറ്റിൽ കാണുന്നില്ല. പിന്നെ രാത്രി 11:30 മണിക്ക് നമ്മുടെ പവലിന്റെ സ്പീച്ച് ഉണ്ട്. സോ പവലിന്റെ സ്പീച്ചിൽ അയാൾ എങ്ങനെയാണോ എന്ന് പറയണമെന്ന് അറിയാം. രാത്രി ഇനി ഒരു 53 മിനിറ്റ് ആകുമ്പോൾ പവലിന്റെ സ്പീച്ച് ഉണ്ട്. സോ ഈ പവലിന്റെ സ്പീച്ചിൽ അയാൾ എന്ത് പറയൂന്ന് പറയാൻ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം പിന്നെ ഒന്ന് USD ബില്ല് ഓപ്ഷൻ ഒക്കെ കുറവാണ്. അത് കൂടാതെ USDക്ക് നോക്കുന്ന സമയത്ത് ഏതാണ് നമ്മുടെ മാർക്കറ്റിൽ വേറെ ന്യൂസ് ഒന്നും ഇല്ല. ചൈനയുടെ വന്ന ഡേറ്റയൊക്കെ ചെറിയൊരു നെഗറ്റീവാണ്. ചൈനീസിന്റെ ഒരു എന്തുവാണ് ഈ മാനുഫാക്ചറിങ് ഒക്കെ ഫ്ലാറ്റിൽ പ്ലസ്സിൽ പൊക്കോണ്ടിരിക്കുന്നു. നോൺ മാനുഫാക്ചറിങ് ഇൻഡെക്സിലൊക്കെ കുറച്ച് ചെറിയ മൈനസ് ഉണ്ടെങ്കിൽ കൂടെ പൊതുവെ ഒരു വന്ന ഡേറ്റാസൊക്കെ കുറച്ച് പോസിറ്റീവായ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മാർക്കറ്റ് സംഭവിച്ചത്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് സെബിയുടെ ഒരു ന്യൂസ് ഒരു പാരഡി റെഡ് ബോക്സ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ചാനലിന്റെ പാരഡി ബോക്സിലേക്ക് എന്തോ ന്യൂസ് ഒക്കെ വന്നിട്ട് സെബി എന്താണ് 40 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇനി 40 ലക്ഷം രൂപ ITR ഫയൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഇനി F&O ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊതുവെ അതൊക്കെ ഒരു മാർക്കറ്റിലെ ബാധിച്ചിട്ടുണ്ടായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ മാർക്കറ്റിൽ വേണമെങ്കിൽ അതിനെ ഇപ്പൊ സെബിയുടെ മീറ്റിംഗ് നടന്ന സമയത്ത് ഇപ്പൊ ആ മീറ്റിംഗ് കൺക്ലൂഡ് ആയി. സോ അതിൽ വേറെ വലിയ ന്യൂസുകളൊന്നും ഇല്ല. പൊതുവെ അതുകൊണ്ട് വേണമെങ്കിൽ നാളെ മാർക്കറ്റ് വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വിത്ത് ലെവൽ എന്നൊക്കെ പറഞ്ഞ് നോക്കാം. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ലെവലിലേക്ക് കടക്കാമല്ലോ. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നിഫ്റ്റി നോക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിഫ്റ്റി ഒരു എന്തുവാണ് ഒരു മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ഡേ ആണ്. അതൊരു ട്രെൻഡ് ഡേയുടെ തന്നെ ഒരു ചുമതല പോലെയുള്ള സാധനമാണ്. ഇറ്റ്സ് എ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ഡേ ആണ്. കുറെ സിംഗിൾ പ്രിന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബി പീരീഡിൽ വന്ന സിംഗിൾ പ്രിന്റ് ഉണ്ട്, ഡിയിൽ ഡയറക്ഷൻ ടൈമിൽ വന്ന സിംഗിൾ പ്രിന്റ് ഉണ്ട്, H എന്ന് പറഞ്ഞ ഹാമറിൽ വന്ന സിംഗിൾ പ്രിന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ഡേ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. അതിന്റെ POC വന്ന് നമ്മുടെ നിഫ്റ്റിയുടെ POC വന്ന് ക്രോസ് ചെയ്തിരിക്കുന്നത് 25,995 ഭാഗത്താണ് നിഫ്റ്റി POC വന്നിരിക്കുന്നത്. ആ ഭാഗത്തൊക്കെ തന്നെയാണ് ആശാത്തി ക്ലോസും ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ POC. സോ 25,955 ഭാഗത്താണ് 995 ഭാഗത്താണ് POC. 26,082 ഭാഗത്താണ് VWAP ഉള്ളത്. അപ്പൊ പക്ഷെ ഈ ഡിയിൽ വന്ന സിംഗിൾ പ്രിന്റ് ആയതുകൊണ്ട് 26,100 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് റെഫറൻസ്. അത് ഓർത്തോളൂ, 26,100. സോ നമുക്ക് ആദ്യം ഇന്നത്തെ POC നിഫ്റ്റിയിൽ വരച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ലെവൽസിനെ കുറിച്ച് ഞാൻ ഡെയിലി അതിൽ കൃത്യമായിട്ട് നിഫ്റ്റിയിൽ ഞാൻ ഇനി ലെവലുകൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ 25,995 ഇന്നത്തെ POC ആണ്. ഇപ്പൊ 25,995 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ഈ ലെവൽ. അപ്പൊ അതിന്റെ കളർ ഞാൻ മാറ്റുകയാണ്. കളർ മഗ്നീറ്റ കളർ. അതിന് ടെക്സ്റ്റ് ഞാൻ കൊടുക്കുകയാണ് എന്താണ് POC. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ പറ്റുമല്ലോ എന്താ POC. സോ ഇനി ഓർത്തോ POC ഇതാണ്. ഈ 26,100 എന്ന് പറഞ്ഞാൽ ഡി പീരീഡിൽ വന്ന സിംഗിൾ പ്രിന്റ്, അവിടെയാണ് സെല്ലിംഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. സോ 26,100 മുകളിൽ മാത്രമേ ഇനി ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൊമെന്റ് നമുക്ക് കിട്ടുകയുള്ളൂ. സോ 26,100 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. 26,100 ആണ് നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ 26,100. കളർ ഇതാണ്, കറുപ്പ്
കോർഡിനേറ്റ് പ്രൈസ് 26,100. ഈ 26,100 മുകളിൽ മാത്രമേ നമ്മൾ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഓർത്തോളാം, ബുള്ളിഷ് റഫറൻസ് ആയതുകൊണ്ട് ഞാനൊന്ന് മാറ്റി വയ്ക്കാം. ടോപ്പിലേക്ക് മാറ്റാം. അപ്പം ക്ലിയർ ആയില്ല? ബുള്ളിഷ് റഫറൻസ് 26,100 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 26,166 എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പ്രിന്റ് ബി പീരീഡിൽ വന്ന സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്തേക്ക് ഒരു അനോമലി ഫില്ല് ചെയ്യാൻ പോകും. സോ 26,166 അത് നമ്മളെ സംബന്ധിച്ചുള്ള R1 റെസിസ്റ്റൻസ് 1 ആണ്. ഓക്കെ, R1 ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഇനി അടുത്ത 26,166 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് 26,226 എന്ന് പറഞ്ഞാൽ ഈ ഒരു HPN സോൺ 26,226 എന്ന് പറഞ്ഞാൽ അടുത്ത HPN സോണിലേക്ക് പോകും. അതാണ് R2. ഇപ്പോ 26,226. ഓക്കെ, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് എവിടം വരെ പോവാം? ഇന്നത്തെ സിംഗിൾ പ്രിന്റ് ഹൈയോ ആയ 26,300 വരെ പോയി. 26,300, 26,300. സോ അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള R3. സോ നിങ്ങൾ ഓർത്തോളുക, ഇന്ന് ഒരു മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡൗൺ ഡേ ആണ് നിഫ്റ്റിയുടെ. POC വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,995 ഭാഗത്താണ്. സോ ബുള്ളിഷ് റഫറൻസ് പറഞ്ഞാൽ 26,100. ഇന്നത്തെ VWAP-ഉം ഡി പീരീഡിൽ വന്ന സിംഗിൾ പ്രിന്റും. സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,166, 26,266, 26,300 ഈ ലെവലിലേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴേക്ക് അടിക്കാം. നാളെ ഇപ്പം ഇസ്രായേലിൽ നിന്ന് ന്യൂസ് വൈകിട്ടാണ് നമ്മളെ പല ചാനലിലും ബാക്കിയുള്ള നമ്മളെ ടെക്നിക്കൽ നമ്മളെ CNBC ബാക്കിയുള്ള ചാനലിലൊക്കെ വന്നത്. ഇപ്പം ഇസ്രായേല് ലെബനിൽ കരയുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അത് നമ്മളെ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും? അതിന് ഏറ്റവും വലിയ ബാധിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു POC 25,935 പറഞ്ഞ 25 സെപ്റ്റംബറിൽ വന്ന POCക്ക് താഴെ പറയുകയാണെങ്കിൽ മാർക്കറ്റ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റഫറൻസ് എന്ന് പറഞ്ഞാൽ 25,000 ബെയറിഷ് റഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 25,935 എന്ന്. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റഫറൻസ്. സോ ഇതിന് താഴെ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് അടിക്കും. സോ ഫസ്റ്റ് ബെയർ, അപ്പൊ അതിന് താഴെ അടിക്കുകയാണെങ്കിൽ അടുത്ത പറഞ്ഞ ഏത് ലെവലാണ്? 26,930 താഴെ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് അടിക്കാനും അത് ഈ 26,846 വരെ ഫസ്റ്റ് ടാർഗറ്റ് 26,846, 26,846 എന്ന് പറഞ്ഞ ഫസ്റ്റ് റെസിസ്റ്റൻസ് അവിടെയാണ്. സോറി മാറിപ്പോയി, എത്രയാണ്? 25 മാറിപ്പോയെ, ഒന്ന് ക്ഷമിച്ചിരിക്കുക. 25,846 വന്ന ആ ലെവൽ നമ്മളെ ഫസ്റ്റ് നമ്മളെ സംബന്ധിച്ചുള്ള സപ്പോർട്ട് 1 ഫസ്റ്റ് ടാർഗറ്റ്. താഴേക്ക് അടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് അതാണ്. അത് പൊട്ടുകയാണെങ്കിൽ അടുത്തേതാണ്? 25,846 പൊട്ടുകയാണെങ്കിൽ അടുത്തത് വരേണ്ടത് 25,785, 25,785, 25,785 S2, അടുത്തത് 25,785. അതിന് താഴെ പൊട്ടുകയാണെങ്കിൽ ഈ POC 25,695 എന്ന് പറഞ്ഞാൽ ഈ POC ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവൻച്വലി നിങ്ങൾ ഓർത്തോളുക, എന്താണ് നമ്മുടെ ഇതാണ് നമ്മുടെ ബെയറിഷ് റെഫറൻസും നമ്മളെ POC ആണ്. അതൊരു POC ആണ്. അതിന്റെ കളർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അതൊരു അൺടച്ച്ഡ് POC ആണ്. സോ അതിന്റെ കളർ ഞാൻ വച്ചൊക്കെയാണ്. അപ്പം അതിന് താഴെ വരികയാണെങ്കിൽ ഇവൻച്വലി നിങ്ങൾ മനസ്സിൽ ഓർത്തോളുക, ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു ടെസ്റ്റ് വളരെയധികം ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിന് താഴെ ഈ 25,935 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ വന്നാൽ മാത്രമേ മാർക്കറ്റിന് ഒരു സസ്റ്റൈനബിലിറ്റി കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓർത്തോളുക, ബുള്ളിഷ് റെഫറൻസ് എന്താണ്? 25,600, ബെയറിഷ് റെഫറൻസ് 25,935. അത് താഴെ നിൽക്കുകയാണെങ്കിൽ ഇതുവരെ വരാം, ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇതുവരെ പോവാം. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ്. ക്ലിയർ ആയല്ലോ? നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്ത് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. ഇന്ന് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് വലിയ രീതിക്കുള്ള ഫസ്റ്റ് IB എക്സ്റ്റൻഷൻ IB പീരീഡിൽ തന്നെ വലിയ രീതിയിൽ ഒരു 500 പോയിന്റോളം ഡൗൺ വന്നതിന് ശേഷം പിന്നെ ബാങ്ക് നിഫ്റ്റി ഇറങ്ങിയിട്ടില്ല. ആ ഭാഗത്ത് തന്നെ കിടന്ന് കളിച്ചു. POC വന്നിരിക്കണം 53,498 ഭാഗത്താണ് POC ഫോം ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് POC ആയ 20 സെപ്റ്റംബറിന്റെ POC ആയ 53,389 ഭാഗത്ത് അവൻ സപ്പോർട്ട് എടുത്ത് അതിന് മുകളിലാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ബ്രിമ്മിലാണ് ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്യുന്നത്. ഈ 53,389 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ഇവൻച്വലി ഈ POC ആയ 52,808 എന്ന് പറഞ്ഞ 18 സെപ്റ്റംബറിലെ POCയിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇടയ്ക്ക് ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടെ അവിടേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ POC ആയ ബാങ്ക് നിഫ്റ്റി അപ്പൊ നമുക്ക് ആദ്യം താഴേക്ക് ഇറങ്ങി 53,498 ഇന്നത്തെ POC. സോ
നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ POC കേസ് ആദ്യം വരച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പോകും. അപ്പം ബാക്കിയെല്ലാം ഡിലീറ്റ് കളയാമേ. 53,490 നമ്മളെ POC ഫസ്റ്റ്. 53 എന്താണ് ബാങ്ക് നിഫ്റ്റി POC എത്രയാണ്? 53,492 നമ്മളെ POC. ഓക്കെ, അതിന് താഴോട്ട് വരികയാണെങ്കിൽ 53,389 സ്ട്രോങ് സപ്പോർട്ടാണ്. 53,389 സ്ട്രോങ് സപ്പോർട്ടാണ്. അത് പൊട്ടാണെങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് ഏരിയ ഉള്ളൂ. അത് ഓർത്തോളൂ. ഞാൻ അവിടെയാണ് നമ്മളെ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യണത്. സോ നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഓർത്തോളൂ, 53,389. അത് പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് താഴേക്കാന്ന് വെച്ചാൽ 53,390 പൊട്ടുകയാണെങ്കിൽ 53,230 എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്പീരിയൻസ് ആണ്. 53,200 എത്രയാണ്? 53,231 എന്ന് പറഞ്ഞ ഈ ഒരു R1, അതായത് നമ്മൾ R1 അല്ല, സോറി, S1 ഫസ്റ്റ് സപ്പോർട്ടിന്റെ ഭാഗത്തേക്ക് വരാനും അത് പൊട്ടുകയാണെങ്കിൽ അടുത്ത വരുന്ന എന്താണ്? 53,100 ഈ ഒരു ഏരിയ 53,069 എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ട് HPനും ഈ ഒരു HPനും 53,000 S2 എന്ന് പറഞ്ഞാൽ 53,069. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഓർത്തോളുക ഈ POC ഏതാണ്? 52,808 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് ടെസ്റ്റ് ചെയ്യാം. 52,808 ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള POC ആണ്. അത് കൂടാതെ നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറിംഗ് കൂടെ ആണ്. നാളെ മറ്റന്നാൾ അവധി ആയതുകൊണ്ട് ഇത് ബാങ്ക് നിഫ്റ്റി എക്സ്പയറിംഗ് ആണ്. ഇതാണ് S3. സോ 53,389 പൊട്ടുകയാണെങ്കിൽ 53,231, 53,069, 52,808 എന്ന് പറഞ്ഞാൽ ഈ ലെവലിലേക്ക് വരാം. ഇനി ബൈ, ഇനി മുകളിലേക്ക് പോകുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമുണ്ടല്ലോ. മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മാർക്കറ്റ് അറിയണമല്ലോ. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 53,650 സ്ട്രോങ് റെസിസ്റ്റൻസ്. 53,660 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ 53,000 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് 53,660 അതിന് മുകളിൽ മാത്രമേ നമ്മൾ ഇതിനൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചേ. ബുള്ളിഷ് റെഫറൻസ് ആണ്. അപ്പൊ ബ്ലാക്ക് കളർ കൊടുത്തു. ഓക്കെ, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് എന്താണ്? 660 മുകളിൽ 53,854 53,854 ഫസ്റ്റ് നമ്മളെ സംബന്ധിച്ചുള്ള R1. സോ ഫസ്റ്റ് ടാർഗറ്റ് മുകളിലോട്ട്. അതിന് മുകളിൽ അടുത്ത വരുന്നത് 53,000 അടുത്ത താഴെ 54,048 എന്ന് പറഞ്ഞ ലെവലിലേക്ക് പോവാം. അതിന്റെ മുകളിൽ 54,048 എന്ന് പറഞ്ഞ R2ലേക്ക് പോവാം. 54,048 അതിന് മുകളിൽ നമുക്ക് ഈ ഗ്യാപ്പ് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടൽ മാർക്കറ്റ് മിക്കവാറും ഈ ലെവലിൽ നിന്ന് കിടന്ന് കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് ഫിൻ നിഫ്റ്റിയുടെ കൂടെ എക്സ്പയറി ആയതുകൊണ്ട് മാർക്കറ്റ് വലിയ രീതിയിലേക്ക് മുമ്പോട്ട് പോകാനുള്ള അല്ലെങ്കിൽ മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൂടെ അവസാനിപ്പിക്കാം. നമ്മുടെ HDFC ബാങ്കിനെ സംബന്ധിച്ച് 1,737 എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അത് പൊട്ടിയാണ് HDFC ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇവഞ്ച്വലി HDFC ബാങ്കിനെ സംബന്ധിച്ച് 1695 എന്ന് പറഞ്ഞ 94 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ രണ്ടാമത് റിലയൻസ് എന്ന് പറയുന്ന റിലയൻസ് നല്ല വൃത്തി ട്രെൻഡ് ഡൗൺ ആണ്. റിലയൻസിനെ സംബന്ധിച്ച് റിലയൻസ് നല്ല വൃത്തി ഇറങ്ങിയിട്ടുണ്ട്. റിലയൻസിനെ സംബന്ധിച്ച് അവർ ഈ ഒരു POCയുടെ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 2937 എന്ന് പറഞ്ഞാൽ ഈ 36 എന്ന് പറഞ്ഞാൽ ഈ POC റിലയൻസ് പൊട്ടുകയാണെങ്കിൽ 2902 എന്ന് പറഞ്ഞ ഈ POC അത് പൊട്ടുകയാണെങ്കിൽ 2825 എന്ന് പറഞ്ഞ ഈ POCയിലേക്ക് റിലയൻസ് വരാൻ ചാൻസ് ഉണ്ട്. റിലയൻസ് താഴേക്ക് അടിക്കുകയാണെങ്കിൽ നിഫ്റ്റിയും താഴേക്ക് അടിക്കാനുള്ള ചാൻസ് ആയിരിക്കും കാണുന്നത്. സോ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റുമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പോസിറ്റീവായ സപ്പോർട്ട്സ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്തു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ.